everybody, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട SP125 BS6. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് വോക്ക് അറൗണ്ടും ഒരു ഫസ്റ്റ് ഇംപ്രഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും വീഡിയോയിലേക്ക് കിടക്കാം. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 125cc എന്ന് പറയുന്നത് അത്യാവശ്യം ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും മൈലേജും അത്യാവശ്യം വേണ്ടവർക്ക് ചൂസ് ചെയ്യുന്ന ഹോണ്ടയുടെ ഒരു ട്രസ്റ്റും കൂടെ വരുമ്പോൾ പൂർത്തിയായി എന്ന് പറയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിലുള്ള ഒരു സെഗ്മെന്റ് ആണ് 125cc. അപ്പോൾ 125cc ഇപ്പോൾ അവർക്ക് അത്യാവശ്യം 2-3 വണ്ടികളുണ്ട്. അതായത് ഷൈൻ 125 വരുന്നുണ്ട്, SP125 വരുന്നുണ്ട്, പിന്നെ ഈ SP-യുടെ തന്നെ വേറൊരു വേരിയന്റ് വരുന്നുണ്ട്, ഡ്രം ബ്രേക്ക് ഉള്ളത് വരുന്നുണ്ട്. അങ്ങനെ പല പല ടൈപ്പ് അത്യാവശ്യം ആ ഫ്ലീറ്റിൽ 125cc കാറ്റഗറിയിൽ അത്യാവശ്യം വണ്ടികൾ ഹോണ്ടയ്ക്ക് തന്നെയുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരു വണ്ടിയാണ് SP125 എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഡിസ്ക് വേരിയന്റ് വണ്ടി. അപ്പോൾ നമ്മൾ ഇന്ന് പെർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു വണ്ടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ഫ്രണ്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പോലെ തന്നെ ഹെഡ്ലൈറ്റിന് മുകളിലായിട്ട് നമുക്ക് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു വിൻഷീൽഡ് കാണാം. ഹോണ്ടയുടെ ലോഗോ അടി കൊടുത്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് ഒരു രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുള്ള ഒരു LED ഹെഡ്ലൈറ്റ് നമുക്ക് ഇവിടെ കാണാം. ഇൻഡിക്കേറ്റർ വരുന്ന സമയത്ത് ക്ലിയർ ലൈൻസോടുകൂടി വരുന്ന ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അടിയിലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡർ കാണാൻ സാധിക്കും. ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള അത്യാവശ്യം നീട്ടമുള്ള ചെളിയൊന്നും അധികം എത്ര എഞ്ചിൻ സൈഡിലേക്ക് അടിക്കാത്ത രീതിയിൽ ഒരു എക്സ്റ്റൻഡറോടക്കം വരുന്ന ഒരു ഉരുണ്ട ഷേപ്പ് ഒരു മഡ് ഗാർഡ് നമുക്ക് കാണാം. ഡിസ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 240mm ഡിസ്ക് ആണ് വരുന്നത്. വെന്റിലേറ്റഡ് ഡിസ്ക് ആണ്, പെറ്റൽ അല്ല, നോർമൽ ഡിസ്ക് ആണ് വരുന്നത്. അലോയ് വീൽസ് വരുന്നുണ്ട്. അലോയ് വീൽസിൽ തന്നെ ആ ഒരൊറ്റ സ്പോക്കിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകത ഒരു ഡിസൈനിലുള്ള ഒരു അലോയ്സ് നമുക്ക് കാണാം. ടയർ സൈസ് വരുന്നത് 80-118 സൂം, അതായത് സിയറ്റിന്റെ സൂം സീരീസിലുള്ള ടയേഴ്സ് ആണ് സ്റ്റോക്ക് ആയിട്ട് വണ്ടിക്ക് വരുന്നത്. ഇനി നമുക്ക് ടാങ്കിന്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കമ്മ്യൂട്ടർ വണ്ടികളിലോ കണ്ടുവന്നിട്ടുള്ള ടൈപ്പ് ടാങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്ലാസ്റ്റിക് ടാങ്ക് അല്ല, മെറ്റൽ ടാങ്ക് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഹോണ്ടയുടെ ഒരു 3D എംബ്ലം കാണാം. അത്യാവശ്യം നല്ലൊരു സ്റ്റിക്കറിംഗ് വർക്ക് നമുക്ക് കാണാം. സെൻറ്റർ പോർഷനിലായിട്ട് SP125 എന്നുള്ളൊരു ലോഗോ കാണാം. സിംഗിൾ ടൈപ്പ് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ടാങ്കിന്റെ മുകളിലായിട്ട് നമുക്ക് ടാങ്ക് ബാഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ EVM ഹോണ്ടയാണ് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 ലിറ്റേഴ്സ് ആണ്. അതേപോലെ സൈഡ് പോർഷനിലേക്ക് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിന് മുന്നത്തെ ഷൈനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സോളിഡ് ആണ് കേട്ടോ. ഷൈൻ്റെ ഒക്കെ ഭയങ്കര ഫ്ലിംസി പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടികൾക്കാണ് തോന്നുന്നു അവർ 3D എംബ്ലം കൊടുക്കുന്നത്. കാരണം മറ്റേ ഒരു സ്റ്റിക്കർ ആയിരുന്നപ്പോൾ ഇതിൽ പ്രീമിയം വണ്ടികൾക്ക് വരുന്ന ടൈപ്പ് 3D എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പാർട്സും സ്റ്റീൽ പാർട്സ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് ESP, അതായത് സൈലന്റ് ആയിട്ട് സ്റ്റാർട്ട് ആവുന്ന ESP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ നമുക്കവിടെ കാണാം. ഇനി നമുക്ക് സാധാരണ പ്ലാറ്റിന അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് 125-110cc കാണുന്ന പോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു ഫുഡ് പെഗ് നമുക്ക് കാണാം. ഫ്രെയിമിനോട് തന്നെ ബന്ധിപ്പിച്ചിട്ടുള്ള ബാക്കിൽ ഉരുണ്ട ഷേപ്പിലുള്ള ഒരു ഫുഡ് റെസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഷൈനിൽ കണ്ടിട്ടുള്ള അതേ വലിയ തടിച്ച് വന്നിട്ടുള്ള ഒരു ബ്രേക്കിന്റെ ഒരു ലിവർ നമുക്കിവിടെ കാണാം. കാറ്റലിറ്റിക് കൺവേർട്ടർ, ഒരു ചെറിയ കാറ്റലിറ്റിക് കൺവേർട്ടർ ഇവിടെയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എക്സോസ്റ്റിന്റെ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീട്ടത്തിലുള്ള ഒരു എക്സോസ്റ്റ്, സിംഗിൾ പോർട്ട് എക്സോസ്റ്റാണ് വരുന്നത്. അതിൽ ക്രോമിന്റെ ഒരു ഗാർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് പോർഷൻ എന്നൊക്കെ നോക്കുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഫീൽ നമുക്ക് എന്തായാലും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഒരു കുട്ടി ഒരു 125cc എഞ്ചിൻ കാണാം. എഞ്ചിൻ സ്പെസിഫിക്കേഷനിലേക്ക് നമുക്ക് പിന്നെ വരാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് വണ്ടിയുടെ റെഡ് കളറും വൈറ്റ് കളറും കൂടെ അടങ്ങിയിട്ടുള്ള, വൈറ്റുള്ള ഒരു സിൽവർ ഷെയ്ഡിലുള്ള ഒരു സ്റ്റിക്കർ നമുക്ക് കാണാം. അപ്പോൾ അത് തന്നെ നമുക്ക് ഇത് ബാക്കിലേക്കും വരുന്നുണ്ട്. ഇവിടെ ലേഡീസിന് പിടിക്കാനായിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിലും വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ഡിസൈനിൽ ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് തന്നെ പോകുന്ന ആ ഒരു ഡിസൈൻ ഇവിടെ വന്നിട്ടാണ് തീരുന്നത്. അപ്പോൾ അതൊരു നല്ല സൈഡിൽ നിന്ന് അത്യാവശ്യം വേണമെങ്കിൽ ഒരു പ്ലെയിൻ ലുക്കിന് പകരം ഫ്രണ്ട് ഒരു മസ്കുലറും ബാക്കിലേക്ക് വരുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. 6-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു നോർമൽ സ്പ്രിങ് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ട്വിൻ സസ്പെൻഷൻ ആണ്. അതേപോലെ തന്നെ ബോക്സ് ടൈപ്പിലുള്ള ഒരു സ്വിംഗ് ആം നമുക്കവിടെ കാണാൻ സാധിക്കും. ബാക്കിലേക്ക് വരുന്ന സമയത്ത് 100-80-18 സൈസിലുള്ള സിയറ്റിന്റെ തന്നെ ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ അലോയ് വീൽസ് ആണ് വരുന്നത്. അതിൽ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. 130mm ഡ്രം ആണ് വരുന്നത്. ഈ വണ്ടിയിൽ ABS കാര്യങ്ങളൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഫീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ളൂ. ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് ഡ്രം എന്നുള്ള രീതിയിൽ. ടെയിൽ ലൈറ്റിലേക്ക് വരുമ്പോൾ LED സെക്ഷൻ അല്ല, ഹാലജൻ സെക്ഷൻ തന്നെയാണ്. പക്ഷെ വലിയൊരു ടെയിൽ ലൈറ്റ് കാണാം. ഫ്രണ്ടിൽ പറഞ്ഞ പോലത്തെ ഒരു ക്ലിയർ ലെൻസോട് കൂടി വരുന്ന ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റ് ഹോൾഡറും അതിന് മുകളിൽ നമ്പർ പ്ലേറ്റ് ലൈറ്റ്, അതേപോലെ തന്നെ അത്യാവശ്യം നീട്ടത്തിലുള്ള ഒരു മഡ് ഗാർഡ് എന്നിവയാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. വൈഡ് ആയിട്ടുള്ള സീറ്റ് കാണാം. അത്യാവശ്യം ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വൈഡ് ആയിട്ടുള്ളതും ലോങ് ആയിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗ്രാബ് റെയിലിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ടൈപ്പ് ഗ്രാബ് റെയിലാണ് വരുന്നത്.
ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സാരി ഗാർഡ് കാണാം. മാത്രമല്ല ലേഡീസ് കാല് വയ്ക്കാനുള്ള ഫുട് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും വണ്ടിക്ക് വരുന്നുണ്ട്. ഗിയർ ലിവറിലേക്ക് വരുമ്പോൾ സിംഗിൾ ടൈപ്പ് ലിവർ അല്ല, ഡബിൾ ടൈപ്പ് ആണ്. അത് ഉപ്പൂറ്റിയും കൊണ്ടും കാലിൻ്റെ തള്ളവിരലിലെ ആവശ്യം കൊണ്ടും നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. മോഡേൺ ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത്. അതായത് ഒരെണ്ണം അടിയിലേക്കും ബാക്കി 4 മുകളിലേക്ക് എന്നുള്ള സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു വണ്ടിയുടെ ഓവറോളായിട്ട് നടന്നിട്ട് നമുക്ക് കാണുമ്പോൾ. വണ്ടിക്ക് ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ആക്സസറി ആയിട്ട് വരുന്നതാണെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. ഇനി നമുക്ക് മീറ്റർ കൺസോൾ ഹാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടാന്ന് ബാഡ്ജിങ് ഉള്ള ഒരു ഗ്രിപ്പ് നമുക്കിവിടെ കാണാം. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ്. വലിയ ബലമൊന്നും കൊടുക്കേണ്ട ക്ലച്ചിന് വേണ്ടിയിട്ട്. അതേസമയം ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കേബിൾ 2 ലൈനായിട്ടാണ് പോയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. സ്വിച്ച് സെറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ പാസിൻ്റെ സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ഇൻ്റഗ്രേറ്റഡ് സ്വിച്ചാണ്. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാസും ഇപ്പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ബീം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത്. 2 ഫീച്ചറും കൂടെ ഒരൊറ്റ സ്വിച്ചിലേക്ക് കൂടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതുള്ളൂ. ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്, എഡ്ജിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ച് സെറ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കൊള്ളാട്ടോ. ഈ കൊടുക്കുന്ന റേറ്റിനുള്ള ക്വാളിറ്റി ഒക്കെ ഈ സാധനം ഉണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ഹീറോൻ്റെ എക്സ്പൾസിന് വന്നതിനേക്കാളൊക്കെ അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു ഉരുണ്ട ഷേപ്പിലുള്ള ഒരു സ്വിച്ച് സെറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഹോണ്ടയുടെ ലോഗോ നമുക്ക് ഈ ഹാൻഡിലിന് നടുക്കായിട്ട് കാണാൻ സാധിക്കും. ഇഗ്നീഷൻ വരുന്നത് മീറ്ററിന് തൊട്ട് താഴെയാണ്. അത് ഓണായി കഴിയുമ്പോൾ ഈ രീതിയിലാണ് തെളിഞ്ഞു വരുന്നത്. അതിൽ ഈ ടോപ്പ് വശത്ത് വരുന്നത് ഈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. അത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഓവറായിട്ട് കൊടുത്താൽ ഇവിടെ നിന്ന് ഈ ലൈറ്റ് പോവും. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഫ്യൂൽ കൺസംഷൻ കൂടുതലാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈക്കോ മോഡ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈക്കോ മോഡിൻ്റെ RPMലേക്ക് വരുമ്പോൾ ലൈറ്റ് കത്തും. അപ്പോൾ ഈ ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. ഇവിടെ ഫ്യൂവൽ കാണാം, സ്പീഡ് കാണാം, ക്ലോക്ക് കാണാം, ടോട്ടൽ ഓഡോമീറ്റർ കാണാം, ഗിയർ പൊസിഷൻ കാണാം, സെറ്റ് സ്വിച്ച് ഉണ്ട് 2 സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് അമർത്തുന്ന സമയത്ത് ട്രിപ്പ് A കാണാം, ട്രിപ്പ് B കാണാം. അതേപോലെ തന്നെ കറൻ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ km/ലിറ്റർ ആവറേജ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉള്ള ഫ്യൂലിന് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്നുള്ളത്, പിന്നെ റേഞ്ച് എന്നിവ ഈ ഒരു ഫീച്ചറിൽ കാണിക്കും. എനിക്കിതിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണറ്റ് 2.0 അല്ലെങ്കിൽ 200X പോലെയുള്ള പ്രീമിയം വണ്ടികളിൽ പോലും ഇത്രയും ഫീച്ചേഴ്സ് എന്തുകൊണ്ട് കമ്പനി കൊടുക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് വണ്ടിക്ക് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കമ്പനിക്ക് കൊടുക്കാൻ തോന്നണ്ടേ. ഇനി മുകളിലുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു സൈൻ ഉണ്ട്, ന്യൂട്രലിൻ്റെ സൈൻ ഉണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീമിൻ്റെ സൈൻ ഉണ്ട്. അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് പിട്ടേക്കുവാണ്, അപ്പോൾ അതിൻ്റെ സൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു മീറ്ററിലുള്ളത്. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മീറ്റർ തന്നെയാണ്. ഇക്കോ മോഡ് വരുന്നുണ്ട്, അത്യാവശ്യം വേണ്ട ഫ്യൂവല് എത്ര ഇനി ഓടും എന്നുള്ളതും എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളതും ഇപ്പോൾ കറക്റ്റ് ഇപ്പം എത്ര കിട്ടുന്നു എന്നുള്ളതും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ മീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ SP125 എന്ന് പറയുന്നത്. പെയിൻറ്റ് ജോബും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അല്ലാണ്ട് മോശമായിട്ടുള്ള ക്വാളിറ്റികളോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വണ്ടി അത്യാവശ്യം കൊടുക്കുന്ന വിലയ്ക്ക് വർത്തായിട്ട് തന്നെയാണ് തോന്നിയത്. വേറൊരു കാര്യം പറഞ്ഞത്, ഇതൊരു ഫാമിലി യൂസ് വണ്ടി ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയിന് കവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയിനിന് ലൂബ് ചെയ്യേണ്ട പ്രശ്നങ്ങളോ ചെളി അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസിയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഓവറോൾ ആയിട്ടുള്ള വണ്ടിയുടെ വോക്ക് റൗണ്ട് പോലെ നമ്മൾ പറഞ്ഞത്. ഇനി വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സും അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ വെയിറ്റിൽ നിന്ന് തുടങ്ങാം. 116 കിലോയാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 790 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 160 mm വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ സ്പെസിഫിക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട SP125 വരുന്നത് ഒരു 124cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. വണ്ടിയുടെ പവർ ഫിഗേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ സിറ്റി റൈഡുകൾക്ക് അത്യാവശ്യം മൈലേജ് പിടിച്ചൊക്കെ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫാമിലിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു നല്ല വണ്ടിയാണ് SP125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു വോക്ക് റൗണ്ടാണ് നമ്മളിപ്പോൾ ചെയ്ത്. ഇനി അടുത്തതായിട്ട് വണ്ടിയിൽ കയറിയിരുന്ന് എങ്ങനെയുണ്ട്, ഒരു 5.4 ഹൈറ്റിൽ എനിക്ക് എങ്ങനെയുണ്ട്, അതുപോലെ ഓടിക്കുമ്പോഴുള്ള ഫീൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി SP125 ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ 5.4 ആണ് എൻ്റെ ഹൈറ്റ്. ഞാൻ കയറിയിരിക്കുന്ന സമയത്ത് പ്ലാന്റഡ് ഫൂട്ടാണെന്ന് വെച്ചല്ല, ചെറുതായിട്ട് ഉപ്പൂറ്റി പൊന്തിയിരിപ്പുണ്ട്. പക്ഷെ എന്നാലും മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. മിറേഴ്സ് അത്യാവശ്യം വൈഡാണ്. ഇവിടെ ഈ ഒരു പോർഷൻ വരെയും ഈ സൈഡിൽ ഈ ഒരു പോർഷൻ വരെയും മറയ്ക്കുന്നുണ്ട് കൈ കൊണ്ട്. ബാക്കിയുള്ള വശം വെച്ചിട്ട് ഈ ഒരു എഡ്ജുള്ളതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മീറ്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടിരിക്കുമ്പോഴും കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്കൊന്ന് വണ്ടി ഓൺ ആക്കാം. സൈലൻസ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ വണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വണ്ടി അടിച്ച് ഓൺ ആവുന്നുണ്ട്. നമുക്കിനി പിന്നെ വണ്ടി ഒന്ന് എടുത്തിട്ട് വരാം. അത്യാവശ്യം നല്ല ടേണിങ് റേഡിയസ് ഉള്ളൊരു വണ്ടിയാണ്.
അത്യാവശ്യം ഈ പറഞ്ഞ ഫാമിലി യൂസ് ആയതുകൊണ്ട് ആ ഒരു ഫീച്ചേഴ്സും എല്ലാത്തിനും ഒരു സിമ്പിൾ ആൻഡ് നിമ്പിൾ ആയിട്ടുള്ളൊരു ഫീലായിരിക്കും ഈ വണ്ടിക്ക് എല്ലാ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് നമുക്ക് ഓടിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നത്. നമുക്കൊന്ന് റോഡിലേക്ക് ഇറക്കി നോക്കാം. യെസ്, അപ്പം നമ്മളിപ്പോൾ റോട്ടിലുണ്ട്. കൈ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഫീലല്ല, പകരം അത്യാവശ്യം നമുക്ക് സിറ്റി ട്രാഫിക്കിലും അതേപോലെ തന്നെ ടൗണുകളിലൊക്കെ ഓടിച്ചിറക്കാൻ പറ്റിയിട്ടുള്ള മൈലേജിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളവർക്ക് ഓടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു പെർഫോമൻസാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കുറച്ച് പ്രായമായവർക്ക് മീറ്ററൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. വലിയ ടെക്സ്റ്റിലാണ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ എല്ലാം കുഞ്ഞു കുഞ്ഞു ടെക്സ്റ്റ് ആകുമ്പോൾ ഇതിൽ കുറച്ച് വലുതാകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഫോണ്ടിലാണ് ഈ മീറ്ററിൽ കാര്യങ്ങളൊക്കെ എഴുതി വരുന്നത്. ഗിയർ പൊസിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ ഗിയർ ഷിഫ്റ്റാണ്. ഒരെണ്ണടിയിലേക്ക് ബാക്കി 4 മുകളിലേക്ക് നല്ല രീതിയിൽ 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഗിയറാണ്. പക്ഷേ നേരത്തെ പോലെ നിർത്തി കൊടുത്തുന്നത് നമ്മൾ ഒരു 3ാമത്തെ ഗിയറിൽ പെട്ടെന്ന് നമ്മൾ വണ്ടി പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചില സമയത്ത് ഗിയർ സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് നമ്മുടെ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഗിയർ എൻഗേജ് ആവുന്നുള്ളൂ. പക്ഷേ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ ഗിയർ മാറ്റാൻ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇനിയിപ്പോൾ ഡൗൺ ചെയ്യാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു കുത്തൽ ഫീൽ നമുക്ക് വരുന്നുണ്ട്. അതായത് കുറഞ്ഞ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നോർമലി സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്തവരെയൊക്കെ ചെറിയ കുത്തലുണ്ടാവും. എന്നിരുന്നാൽ പോലും ഇത് കുറച്ച് അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിഗ്നലിൽ നിന്നൊക്കെ എടുക്കുന്ന സമയമാണെങ്കിലും ഇനീഷ്യലായിട്ടുള്ള ടോർക്ക് വേണമല്ലോ നമുക്ക് ആ കൈ കൊടുത്തുകൊണ്ട് സിഗ്നലിൽ നിന്ന് പാസ് ചെയ്ത് പോരാനായിട്ട്. അപ്പോൾ ആ ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ വെട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിറ്റി ഡ്രൈവിലാണ് നമുക്ക് കൂടുതലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ആ രീതിയിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലാണ് വരുന്നത്. വണ്ടിക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഹാൻഡിലും വലിയ വെയിറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ട്രാഫിക് സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് SP125 എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുള്ള് എന്നുള്ളൊരു ഫീച്ചർ നമുക്ക് ഈ വണ്ടിയിൽ അങ്ങനെയായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ സിറ്റി അല്ലെങ്കിൽ ഫാമിലി യൂസിനൊന്നും അധികം ഇങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ടും പോകുന്ന ഒരു ഫീലൊന്നും അധികം വേണ്ടാത്തതുകൊണ്ടും ഈ ഒരു 125cc ബഡ്ജറ്റ് റേഞ്ചിൽ വേണ്ട ഒരു പെർഫോമൻസ് നമുക്ക് ഈ വണ്ടിയിൽ നല്ല രീതിയിൽ തരുന്നുണ്ട്. ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇതിന് മൈലേജ് വേണം, അതേപോലെ ഫാമിലി യൂസിന് പറ്റണം എന്നുള്ളതാണ് ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വളരെ ആപ്റ്റായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ SP125 എന്ന് പറയുന്നത്. നമുക്ക് SP125ൻ്റെ ഒരു ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ലിവറിൽ കൈവച്ചാൽ പോലും ബൈറ്റ് കിട്ടി നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളൊരു 40-50 വന്നിട്ട് അത്യാവശ്യം പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി നിൽക്കാത്ത പോലത്തെ ഒരു ചെറിയൊരു ഫീൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കോൺഫിഡൻസിൽ നമുക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഈ വണ്ടിയിൽ നിന്ന് അങ്ങനത്തെ അത്രയൊരു പവർഫുള്ളായിട്ടുള്ളൊരു ബ്രേക്ക് നമ്മളാരും പ്രതീക്ഷിക്കണമില്ല. വണ്ടിയുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ബജറ്റ് ഫ്രണ്ട്ലി വണ്ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന എല്ലാവരുടെ കംഫർട്ടും ബ്രേക്കിങ്ങൊക്കെ ഈ വണ്ടി തരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ബ്രേക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണം. പെട്ടെന്നുള്ളൊരു പിടുത്തത്തിനൊന്നും വണ്ടി അത്ര കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും നോക്കി ഈ വണ്ടിയുടേതായിട്ടുള്ള ലിമിറ്റേഷൻസൊക്കെ ഒന്ന് അറിഞ്ഞ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഫുൾഫിൽഡ് ആയിട്ട് വരുന്നൊരു വണ്ടിയാണ് SP125. SP125ൻ്റെ ഒരു എൻജിൻ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഞ്ചായിട്ടുള്ള ഒരു പെർഫോമൻസ് മിഡ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 4th ഗിയറിൽ ഒരു 40 തന്നെ കൈ കൊടുക്കുമ്പോൾ വണ്ടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് സിറ്റി യൂസിനൊക്കെ ഭയങ്കര ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ മൈലേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ആ ഒരു എൻജിൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ അറിയാം. ഓവറായിട്ടുള്ള പവേർഡും അല്ല, എന്നാൽ അണ്ടർ പവേർഡും അല്ല. മൈലേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നാൽ സിറ്റി റൈഡിന് ആവശ്യമായിട്ടുള്ള പവർ എങ്ങനെ ഈ ഒരു ട്യൂണിങ്ങിൽ കൂടെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണ് അവർ റിസർച്ച് ചെയ്ത് ഈ എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പവർഫുൾ എൻജിൻ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ സാധാരണ ഈ പറഞ്ഞ ലോക്കൽ ഓട്ടങ്ങൾക്കും വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള ഓട്ടങ്ങൾ, ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ട് ഓട്ടങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഒരു ബഡ്ജറ്റ് റേഞ്ച് വണ്ടിക്ക് വേണ്ട എല്ലാ പവറും അതിനപ്പുറം ഫീച്ചേഴ്സും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് SP125 എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഗാർഡർ ചാടിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ സോഫ്റ്റാണ്, ടെലിസ്കോപ്പിക്. പക്ഷേ ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡാണ് ഫീല്. കാരണം വന്നത് വീഴുമ്പോൾ നമുക്ക് ബാക്കിൽ ശരിക്കും അതിൻ്റെ എഫക്റ്റ് അറിയാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഇതായിരുന്നു വണ്ടിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ തിരിച്ച് ഷോറൂമിൽ കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ദിസ് ഈസ് യുവർ രാഹുൽ ഐജി സൈനിങ് ഓഫ്. ബൈ ബൈ.